ഹായ് ഫ്രണ്ട്സ്, ഇന്നലത്തെ 2 വീഡിയോസ് ഞാൻ ഇട്ടത് എല്ലാവരും ഭയങ്കരമായിട്ട് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏതാണ്ട് 50Kക്ക് മുകളിലൊക്കെ ആദ്യത്തെ വീഡിയോ പോയി CRT TV ചെയ്തത്. അടുത്തതും ആ കളക്ഷൻ കാണിച്ചതും ഭയങ്കരമായിട്ട് കയറിപ്പോയി. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന ആ സപ്പോർട്ടിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. സോണി ജിൻസി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും വളർത്തിയതിനും നമുക്ക് നന്ദിയുണ്ട്. നമ്മളൊരു കൊച്ചു ചാനലാണ്, നമ്മളുടെ ഒരു 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 ഇതിൽ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സാധനം ഇപ്പോൾ എൻ്റെ കിട്ടിയതാണ്. ഇത് കണ്ടോ, ഈ ബാഗിനകത്ത് വളരെ മനോഹരമായൊരു സാധനമുണ്ട്. ഒരു കാലത്തെ രാജാവെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്ന ഈ വീഡിയോ കാണുന്ന ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിലൂടെ നിങ്ങൾ എന്നെ കാണുന്നത്. ഈ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയും ഈ വലിയ ഇതൊക്കെ വരുന്നതിന് മുമ്പ് വളരെ ക്ലാരിറ്റിയുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഡിജിറ്റൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാമറയാണ് സോണിയുടെ ഹാൻഡിക്യാം എന്ന് പറയും. ഹാൻഡിക്യാം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അവസാന കാലഘട്ടത്തിലെ ഏറ്റവും അവസാന കാലത്തുള്ള ഇതാണ് അതിൻ്റെ ഒരു ബാറ്ററി. ഇത് അതിൻ്റെ ഇതാണ് ക്യാമറ. ഇത്രേ ഉള്ളൂ ക്യാമറ, നല്ല ക്യൂട്ട് ക്യാമറ ആണ്. ഇത് കണ്ടോ, കൈക്കകത്ത് ഇത്രേ ഉള്ളൂ അന്നത്തെ ക്യാമറ. ഇതിപ്പോൾ മൊബൈൽ വന്നപ്പോൾ ഇതെല്ലാം പോയി. എന്നാലും ഞാൻ പറയാം, ഇതതിൻ്റെ ചാർജർ. പിന്നെ ഇതേ തന്നെ ഒരു ചെറിയ ഇതുണ്ടോ, ഒരു ചെറിയ ബാറ്ററിയും കൂടെ ഉണ്ട്. ഈ ബാറ്ററി ഇവിടെ ഇങ്ങനെ ഇതുണ്ട്, എൻ്റെ പ്രസ്സിങ് ഉണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് താഴേക്ക് താത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ബാറ്ററി ഊരുന്നത്. ഇതാണ് ഒരു ബാറ്ററി. അപ്പോൾ വലിയ ബാറ്ററി ആകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളൽ വരുമെന്നുള്ള ലിഥിയം ബാറ്ററിയാണ്. ആംബിയർ കൂടുതൽ കിട്ടും. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ബാറ്ററി നമ്മൾ ഇടുന്നു. ഈ ബാറ്ററി ഇട്ടിട്ട് ഈ സാധനം നമ്മൾ ഓൺ ചെയ്യുന്നു. അപ്പോൾ ഈ ബാറ്ററി ആ ലോക്ക് ഇവിടെ ഇതാണ് ലോക്ക്. ഈ ലോക്ക് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇത് കറക്റ്റ് അവിടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് വീണോളും. അപ്പോൾ അങ്ങനെ വീണപ്പ് കഴിയുമ്പോൾ നമുക്ക് ഈ സാധനം ഇപ്പോൾ ബാഗ് മാറിയിരിക്കട്ടെ. ഇത് തുറക്കുക. ഇത് കണ്ടോ, ഒരു നല്ല സ്ക്രീനാണ്. ഇത് കണ്ടോ, മൊബൈലിൻ്റെ സ്ക്രീൻ പോലെ തന്നെ ഒരു വലിയ സ്ക്രീന് അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കുകയാണെങ്കിൽ ഇത് നമ്മൾ സ്ക്രീൻ ചെയ്ത് ഇവിടെ പവറുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പവർ ഓൺ ചെയ്താൽ ബാറ്ററിക്കകത്ത് ചാർജ് ഉണ്ടെങ്കിൽ ഇത് ഓണായി വരും. ഇത് ഈ ബാറ്ററി ചാർജ് ഇല്ല ബാറ്ററിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓണാകുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു ബാറ്ററി ഇട്ട് നോക്കാം. അടുത്ത ബാറ്ററി ഇതാണ്ട് വലിയ ബാറ്ററി. അതിനകത്ത് ചാർജ് ഉണ്ടോ എന്ന് നോക്കാം. അതിനകത്ത് ചാർജ് ഉണ്ട്. ഹാൻഡിക്യാമെന്ന് തെളിഞ്ഞു വന്നു. അപ്പോൾ ഇത് നമ്മൾ ചാർജർ കുത്തി. ഇതാണ് അതിൻ്റെ അഡാപ്റ്ററുണ്ട്. എൻ്റെ അഡാപ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്. ബാറ്ററി ചാർജ് തീർന്നു പോയതായിരുന്നു. പവർ അഡാപ്റ്റർ ഇത് നമ്മൾ കുത്തി. ഇതാണ്ടോ എററാണ് കാണിക്കുന്നത്. ഇതിനകത്ത് എഴുതി വരുന്നത് കണ്ടോ. ഇതിന് ആർക്കെങ്കിലും ഈ എററിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതാണ്. ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കമ്പനിയെ വിളിച്ച് ചോദിച്ചപ്പോൾ കമ്പനിയും സപ്പോർട്ട് ഇതൊക്കെ പഴയ സാധനങ്ങളായി, ഇതിൻ്റെ പാർട്സ് ഒന്നും ഇനി കിട്ടുകയില്ല എന്നുള്ള രീതിയിലാണ് കമ്പനിയിൽ നിന്ന് സംസാരിച്ചത്. പക്ഷേ ഇത് നല്ലൊരു സാധനമാണ്, നല്ല ക്ലാരിറ്റി ഉള്ള സാധനമാണ്. ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് ഷോർട്ടാണെങ്കിലും ചിലപ്പം ഇങ്ങനെ വരാം. ഇങ്ങനെ ഹാർഡ് ഡിസ്ക് ഷോർട്ടാണെങ്കിലും ഇങ്ങനെ വരാം. ഇതിൻ്റെ വൈഡ് സൂം ഇത് ജസ്റ്റ് ചില നേരം ജസ്റ്റ് ഓണായി ക്യാമറ വരുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ വരുന്നത്. ഇത് എററാണ്, ഓവർ ഹീറ്റഡ് എന്നാണ് പറയുന്നത്. ഓവർ ഹീറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാധനം ഷോർട്ടാണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതിനെക്കുറിച്ച് കൂടുതലും കൂടെ ഒന്ന് നോക്കും. ഇത് Carlsruhe ലെൻസാണ്, സോണിയുടെ Swiss ജർമ്മൻ ലെൻസാണ്. 60x ഒപ്റ്റിക്കൽ സൂമുണ്ട്. 80 GB ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ആണ്. അതുകൂടാതെ ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്. ഇന്നൊക്കെ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് എല്ലാവർക്കും തോന്നിയെങ്കിലും അന്നത്തെ കാലത്ത് ഫേസ് ഡിറ്റക്ഷൻ നല്ലതാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് DCR SR68 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. DCR SR68E എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ. ഡിജിറ്റോ വീഡിയോ ക്യാമറ റെക്കോർഡർ 7.2 വോൾട്ട് പാൽ സിസ്റ്റം, സോണി കോർപ്പറേഷൻ. ഇതാണ് സാധനം. ഇതിൻ്റെ ലെൻസ് കാര്യങ്ങളൊക്കെ നോക്കിയോ. Carlsruhe വേരിയർ ടെസ്റ്റർ 60x ഒപ്റ്റിക്കൽ സൂമുള്ള നല്ല സൂപ്പർ ക്യാമറ ആണ്. പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 200x ഡിജിറ്റൽ സൂമുണ്ട്.
ഹാർഡ് ഡിസ്ക് ആണിത്. ഹാർഡ് ഡിസ്ക് ആണെന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന്. ഇതുണ്ട്, ഈ ലെൻസിൻ്റെ കവർ കണ്ടോ, ടിങ് ടിങ്, ലെൻസിൻ്റെ കവർ. ഇതുണ്ടോ, ഹാർഡ് ഡിസ്ക് ആണേ, ഹാർഡ് ഡിസ്ക് ക്യാമറ. മിക്കവാറും ഹാർഡ് ഡിസ്ക് ആയിരിക്കും കംപ്ലൈൻറ്റ്. ഒന്ന് അഴിച്ച് റിലീസ് ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഹാർഡ് ഡിസ്ക് ആണോ എന്ന്. ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ അത്രയും ചെറിയ ഹാർഡ് ഡിസ്ക് കിട്ടുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. എന്നാണേലും മെമ്മറി കാർഡും ഉള്ള ടൈപ്പാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് പോയാലും നമുക്ക് മെമ്മറി കാർഡിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ മെമ്മറി കാർഡിൽ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. എന്നാലും ഞാൻ ഹാർഡ് ഡിസ്ക് ഊരി മാറ്റി നോക്കുന്നുണ്ട് ഇനി ഹാർഡ് ഡിസ്കിൻ്റെ ഷോട്ട് കൊണ്ടാണെന്ന്. കാര്യം ഇത് കണ്ട് ഇവിടെ മെമ്മറി കാർഡും ഉണ്ട്. ഇത് കണ്ട് ഇതിനകത്തൊരു മെമ്മറി കാർഡ് കിടപ്പുണ്ട്. ഈ മെമ്മറി കാർഡ് അടിയിലിടാം. സാധാരണ SD കാർഡാണ് ഇത് കിടക്കുന്ന 64 GB ആണ്. 64 GB അത്ര മോശം GB ഒന്നുമല്ല, അത്യാവശ്യം GB ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് നല്ല ലെൻസാണ്. ക്യാമറ ലെൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അടിപൊളി ലെൻസാണിത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവോയുടെ കാൾസ് ലൂയിസ് ലെൻസിലൂടെയാണ്. അതാണ് വിവോയ്ക്ക് ഇപ്പോൾ ഇത്രയും ഡിമാൻഡ് വന്നു. ആ ലെൻസ് ഉപയോഗിക്കണം, സോണിയുടെ ലെൻസാണ്. ആ ലെൻസ് തന്നെ വെച്ചുള്ള ക്യാമറ ആണിത്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ബാറ്ററി. ഇതാണ് അതിൻ്റെ ചെറിയ ബാറ്ററി ഇതിൻ്റെ കൂടെ വരുന്നത്. ഇത് അഡീഷണൽ ബാറ്ററി. ഇത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ചാർജ് ചെയ്യട്ടെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഈ അടുത്ത സാധനങ്ങളൊക്കെ ഇവിടെ അയച്ചിട്ടിരിക്കുന്നതെല്ലാം ഇരിക്കുന്നു. അടുത്ത സാധനം ഹോം തിയേറ്ററാണ്. ഹോം തിയേറ്റർ ചെയ്യാനായിട്ട് മാറാം. അപ്പോൾ അത് നോക്കാം. ചിരി കോർട്ട് मेरे मगर तू की कर दी कह गल बस तू ही जादी मैनू सिर्फ यार पेश लग बोलो